ഓണത്തപ്പ കുടവയറ നാളെ പിറ്റ് തിരുവോണം, തിരുവോണക്കറി എന്തെല്ലാം ചേനത്തണ്ടും ചെറുപയറും. ഇന്നപ്പോൾ ചേനത്തണ്ട് ചെറുപയറും തോരൻ വെച്ചാലോ? ചേനത്തണ്ട് നല്ല ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ചെറുപയർ കുക്കറിൽ വേവിക്കാൻ വെക്കാം കേട്ടോ. വെന്ത ചെറുപയർ മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നന്നായി വിരിഞ്ഞു വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വന്ന മിശ്രിതത്തിലേക്ക് നമ്മുടെ ചേനത്തണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മൂടി വെക്കാതെ വേണം ചേനത്തണ്ട് വേവിച്ചെടുക്കാൻ. ഒത്തിരി ജലാംശമുണ്ട്. മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും കേട്ടോ. വെന്ത് വന്ന ചേനത്തണ്ടിലേക്ക് ചെറുതാക്കി ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയറും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ചെറുതീയിൽ നന്നായി ഒന്ന് ഉലർത്തിയെടുക്കാം, ഒട്ടും ജലാംശമില്ലാതെ. അപ്പോൾ നമ്മുടെ ചേനത്തണ്ട് ചെറുപയറും റെഡി. ചേനത്തണ്ടും ചെറുപയറും. ചേനല്ല, ചേനത്തണ്ട്. ചേനത്തണ്ട്. നിങ്ങള് ഒരു പാട്ടുണ്ട്, ചേനത്തപ്പ. ചേനത്തപ്പനല്ല, ഓടത്തപ്പ. എങ്ങനെയുണ്ട് ചേനത്തണ്ട് ചെറുപയറും? നല്ല രുചിണ്ട് കേട്ടോ, നല്ല രുചിണ്ട് ചേനത്തണ്ടും ചെറുപയറും. ഇതെന്നെ